ഈ കഥയുടെ തുടക്കത്തിൽ ദൂരെ എവിടേക്കോ പോകുന്ന രണ്ടുപേരെയാണ് കാണിക്കുന്നത്. അതൊരു ഭാര്യ ഭർത്താവ്. ഭാര്യയുടെ പേര് റേച്ചൽ, ഭർത്താവിന്റെ പേര് മാറ്റ്. ഇവരാണ് ഈ കഥയിലെ മെയിൻ കഥാപാത്രങ്ങൾ. അങ്ങനെ രണ്ടുപേരും റോഡ് വഴിയേക്ക് ഒരുപാട് ദൂരം പോകുമ്പോൾ ഒരിടത്ത് എത്തുമ്പോഴത്തേക്കും റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്. അതിലേ പോകാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ മാറ്റ് മറ്റൊരു വഴിയെ പോകാന്നുള്ള രീതിയിൽ വണ്ടി കുറച്ച് ഉള്ളിലേക്ക് കയറ്റി അത് വഴിയെ ഓടിച്ചു പോകുമ്പോൾ നിയന്ത്രണമില്ലാതെ മറിഞ്ഞു കിടക്കുന്ന ഒരു മരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കും. അങ്ങനെ മാറ്റ് പെട്ടെന്ന് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാറിന് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും ആ കാർ അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് റേച്ചല് പ്രഗ്നന്റ് ആണ്. അങ്ങനെ മാറ്റ് എന്താ ചെയ്യുന്ന വെച്ചാൽ അടുത്തുള്ളൊരു വലിയ മരത്തിന് മുകളിലേക്ക് കയറും. എന്നിട്ട് ഒരു ടോൾ ട്രക്ക് വിളിക്കാൻ വേണ്ടി ഫോണിൽ സിഗ്നൽ ഇല്ല, സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ മരത്തിന് മുകളിലേക്ക് കയറുന്നത്. പക്ഷെ സിഗ്നൽ കിട്ടാത്തത് കൊണ്ട് തന്നെ അവൻ താഴേക്ക് ഇറങ്ങി വന്ന് റേച്ചലിനോട് പറയും സിഗ്നൽ കിട്ടിയില്ല, പക്ഷെ കുറച്ച് ദൂരെയായിട്ട് ഞാനൊരു ഫാം കണ്ടു, നമുക്ക് എന്തായാലും സഹായത്തിനായിട്ട് അവിടേക്ക് പോവാന്ന് പറഞ്ഞ് റേച്ചലിനെയും കൂട്ടി അവൻ അവിടേക്ക് നടന്നു പോവാണ്. അങ്ങനെ കുറേ ദൂരം നടന്ന് റോഡിന്റെ ഒരു വശത്തെത്തുമ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നു, ആരും ഇതിനകത്തേക്ക് കയറരുത്, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞ്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും വേറെ വഴിയില്ല, സഹായം ചോദിച്ചേ മതിയാവും. അതുകൊണ്ട് തന്നെ രണ്ടുപേരും അവിടെ നിന്ന് നടന്ന് കുറേ ദൂരം ഉള്ളിലേക്ക് എത്തി. ആ ഫാമിനുള്ളിലേക്ക് കയറുമ്പോൾ ഇവരുടെ പിറകെയായിട്ടൊരു വണ്ടി വരുന്നുണ്ട്. പെട്ടെന്ന് അയാൾ ഇവരുടെ മുന്നിലേക്ക് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ദേഷ്യപ്പെട്ട്, അല്ല നിങ്ങൾ എന്തിനാ അകത്തേക്ക് കയറിയത്, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ എന്ന് പറയുമ്പോൾ മാറ്റ് പറയും, സോറി ഞങ്ങളുടെ കാറ് ആക്സിഡന്റ് ആയി, അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാനായിട്ട് വേറെ വഴിയില്ല, അതുപോലെ എൻ്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണമെന്ന് പറയുമ്പോൾ റേച്ചലിനെ കാണുമ്പോൾ അയാൾ വീണ്ടും സാധാരണ രീതിയിൽ തന്നെ സംസാരിക്കുകയാണ്. അപ്പോൾ അയാളുടെ പേര് ബോബി എന്നാണ്. അങ്ങനെ അയാൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അയാളുടെ വാക്കി ടോക്കി എടുത്തിട്ട് അതിലൂടെ തൻ്റെ ഭാര്യയായിട്ടുള്ള ആഗ്നസ് എന്ന് പറഞ്ഞ സ്ത്രീയെ വിളിച്ച്, ഹേയ് നമുക്ക് 2 വിസിറ്റേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആഗ്നസ് എന്ന് പറഞ്ഞ ലേഡി പറയും, സോറി അവരെയൊന്നും നമ്മൾ വീട്ടിൽ കയറ്റാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ബോബി പറയും, അല്ല അതിലൊരു സ്ത്രീ ഉണ്ട്, അവൾ പ്രഗ്നന്റ് ആണ്, ആൺകുട്ടിയാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആഗ്നസ് അങ്ങനെയാണെങ്കിൽ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവാ എന്ന് സന്തോഷത്തോടെ തന്നെ പറയാണ്. അപ്പോൾ ബോബി പറയും, ശരി ബാ വണ്ടിയിലേക്ക് കയറി നമ്മുടെ വീട്ടിൽ നിന്നിട്ട് എല്ലാം ശരിയാക്കിയിട്ട് നമുക്ക് പോവാന്ന് പറയുമ്പോൾ ഇവർ ആദ്യം കയറാനായിട്ട് കുറച്ച് മടിക്കുമെന്നിരുന്നാലും രണ്ടുപേരും വണ്ടിയിലേക്ക് കയറുന്നതും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോഴാണ് മാറ്റ് ചോദിക്കുന്നത്, അല്ല അവിടെ ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സോറി ഈ ഏരിയയിൽ സിഗ്നൽ ഒന്നും കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വാക്കി ടോക്കി ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരും നേരെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവല്ലാണ്. ചെല്ലുമ്പോഴത്തേക്കും ആഗ്നസ് എന്ന് പറഞ്ഞ ആ ലേഡിക്ക് 2 മക്കളുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് റേച്ചല് കറുത്ത വസ്ത്രമായിട്ട ഒരു പെൺകുട്ടി ചെടികൾക്കിടയിലായിട്ട് നിൽക്കുന്നത് അവൾ കാണുന്നുണ്ട്. പക്ഷെ അത് ആരാണെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരെയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. വലിയൊരു വീടാണത്. ചെല്ലുമ്പോഴത്തേക്കാണ് ആഗ്നസ് എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീക്ക് 2 മക്കളുണ്ട്, ലൂക്ക്, ഡേവിഡ്. അതുപോലെ ആഗ്നസ് ആണെങ്കിലോ റേച്ചലിനെ കാണുമ്പോൾ തന്നെ ഓടി ചെന്നിട്ട് അവളെ പിടിച്ച് ഇവരെ രണ്ടുപേരെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഈ മക്കളോട് പറയുന്നുണ്ട് അവരുടെ പെട്ടിയും ബാഗെല്ലാം എടുത്തുകൊണ്ട് വരാനായിട്ട്. അങ്ങനെ രണ്ടുപേരെ നേരെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് ഇന്ന് രാത്രി എന്തായാലും നിങ്ങൾ ഇവിടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവർ വെളിയിലേക്ക് പോകുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അത്രയും സന്തോഷം. കാരണം അവരത്രയും നല്ലതുപോലെയാണല്ലോ ഇവരെ രണ്ടുപേരെ സ്വീകരിച്ചത്. അപ്പോൾ നമ്മുടെ റേച്ചൽ പറയും, വരുന്ന വഴിക്ക് ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നു, നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാറ്റ് പറയും, സോറി ഞാൻ അത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ റൂമിന് വെളിയിൽ ആരോ നിൽക്കുന്നത് പോലെ വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കിന് ആഗ്നസ് ഇതുവരെ റൂമിന്റെ അടുത്ത് നിന്ന് പോയിട്ടില്ല, അവർ പറയുന്നത് കേൾക്കുമായിരുന്നു. ഇപ്പോഴാണ് അവർ അവിടെ നിന്ന് നടന്നു പോകുന്നത്. അങ്ങനെ റേച്ചല് ജനാല വഴി താഴേക്ക് നോക്കുമ്പോൾ നേരത്തെ കണ്ട ആ പെൺകുട്ടിയുണ്ടല്ലോ അവളെ ഇവിടെ താഴെ കാണും. അപ്പോൾ റേച്ചല് മാറ്റിനെ വിളിച്ചിട്ട്, ഹേയ് മാറ്റ് ദേ ആ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് അവനെ വിളിച്ച് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ വന്ന് നോക്കുമ്പോഴത്തേക്കും ആ പെൺകുട്ടി അവിടെ കാണുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഇവരെല്ലാവരും ഡിന്നർ കഴിക്കാൻ പോവാണ്. അപ്പോഴേക്കാണ് ആഗ്നസ് അവളുടെ 2 കുട്ടികൾക്കും ആഹാരം വിളമ്പി കൊടുത്തിട്ട് റേച്ചലിനോട് ചോദിക്കും, ഇവരെ രണ്ടുപേരും എനിക്കുള്ളത് അത്രയും പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്, അവരെ ഓർത്ത് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്, എൻ്റെ കുട്ടികളെ കാണാൻ എങ്ങനെയുണ്ട്, കൊള്ളാവൂന്ന് ചോദിക്കുമ്പോൾ റേച്ചൽ പറയും, ഹേയ് അവര് നല്ല ക്യൂട്ടാണ്, നല്ല കുട്ടികൾ എന്ന് പറയുമ്പോൾ തന്നെ ആഗ്നസ് ഇവരെ രണ്ടുപേരും പെട്ടെന്ന് കിസ് ചെയ്യും. ഇത് കാണുമ്പോൾ നമ്മുടെ റേച്ചലിന് അത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. കാരണം ഇതെല്ലാം കണ്ടിട്ട് വളരെ സ്ട്രേഞ്ച് ആയിട്ടാണ് അവർക്ക് തോന്നുന്നത്. അപ്പോഴാണ് റേച്ചല് വെളിയിൽ വെച്ച് കണ്ട ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവളുടെ ഫോട്ടോ ഇവരോടൊപ്പം നിൽക്കുന്നതിനെ കാണുന്നത്. അല്ല ആ പെൺകുട്ടി ആരാ എന്ന് റേച്ചല് ചോദിക്കുമ്പോൾ ആഗ്നസ് പറയും, അതിൻ്റെ മകള് തന്നെയാണ് ഇവരുടെ സഹോദരി, പക്ഷെ ഇന്ന് അവൾ എന്തായാലും കഴിക്കാനായിട്ട് വരുന്നില്ല, അവളുടെ പേര് ഫെയ്ത്ത് എന്നാണ്, അതും കൂടാതെ ഫെയ്ത്തിനെ ഞാൻ ദത്തെടുത്തതാണ്, ലൂക്കിനും ഡേവിഡിനോടൊപ്പം അല്ല അവൾ ജനിച്ചത്, അതുകൊണ്ട് തന്നെ ദൈവം ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി മറ്റെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നെല്ലാം അവരിങ്ങനെ പറയാണ്. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ബോബി അവരുടെ ഒരു മകനോട് നല്ല ദേഷ്യപ്പെട്ടിങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരെല്ലാവരും റൂമിലേക്ക് വന്നിട്ട് ഇപ്പൊ മാറ്റ് ആണെങ്കിൽ അവന്റെ ഫോണിൽ സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അപ്പോഴാണ് റേച്ചൽ പറയുന്നത്, ഈ ഫാമിലിയെ കണ്ടിട്ട് എനിക്ക് അത്ര നല്ലതുപോലെ തോന്നില്ല, കാരണം ഫെയ്ത്ത് എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ഒരിക്കലും ഇവരോടൊപ്പം ഉണ്ടായിരുന്നില്ല, അവളെ ഞാൻ വെളിയിൽ വെച്ച് കണ്ടതാണ്, പക്ഷേ മറ്റൊരവസ്ഥയിൽ. കൂടാതെ ഇവരുടെ പെരുമാറ്റം കാണുമ്പോൾ വളരെ വിചിത്രമായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് റേച്ചൽ മാറ്റിനോട് പറയും, നമുക്ക് രാവിലെ തന്നെ ഇവിടെ നിന്ന് പോകണം എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ആരോ വെളിയിൽ നിന്ന് കേൾക്കുന്നത് പോലെ
ആ ഒരു കാര്യം ഇവർക്ക് മനസ്സിലാവുന്നതും മാറ്റ് പെട്ടെന്ന് ഡോർ തുറന്ന് നോക്കുമ്പോൾ വെളിയിൽ ആരെയും കാണുന്നില്ല. ആ സമയത്ത് നമ്മുടെ റേച്ചൽ നേരെ ബാത്റൂമിലേക്ക് നടന്നു പോകുന്നുണ്ട്. പോകുന്ന സമയത്താണ് റൂമിനകത്ത് ഫെയ്ത്ത് എന്ന് പറഞ്ഞ ആ പെണ്ണിങ്ങനെ നിൽക്കുന്നു. പക്ഷെ അവൾ അത് കാണുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി അവർ കിടന്നുറങ്ങി. അടുത്ത ദിവസം നമ്മുടെ റേച്ചൽ കണ്ണു തുറക്കുന്നത് ഒരാളുടെ കരച്ചിൽ കേട്ടിട്ടാണ്. പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ മാറ്റിനെ അടുത്ത് കാണുന്നില്ല. പകരം അവരുടെ റൂമിന്റെ ഒരു വശത്ത് ഫെയ്ത്ത് എന്ന് പറഞ്ഞ ആ പെണ്ണിരുന്ന് ഇങ്ങനെ കരയുന്നു. അതേപോലെ തന്നെ താഴെ കിടക്കുന്നത് മരിച്ചുപോയ അവളുടെ അച്ഛനും അമ്മയും. ഈ കാര്യം കണ്ട് നമ്മുടെ റേച്ചല് പേടിച്ച് കണ്ണു തുറക്കുമ്പോൾ അവൾ സ്വപ്നം കണ്ടതായിരുന്നു. അതുമല്ല മാറ്റ് അടുത്ത് തന്നെയുണ്ട്. ഹേയ് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോഴാണ് അവൾ കണ്ട ആ സ്വപ്നത്തിലെ കാര്യം പറയുന്നത്. എനിക്ക് തോന്നുന്നു ഫെയ്ത്ത് എന്ന് പറഞ്ഞ ആ പെണ്ണിനെ, അവളുടെ കുടുംബത്തെ ഇവരെന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് ഇപ്പൊ മാറ്റ് ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇവർ രണ്ടുപേരും വീടിന് വെളിയിലേക്ക് ഇറങ്ങാണ്. അപ്പോൾ മെയിൻ ഹാളിലേക്ക് എത്തുമ്പോൾ ആരും ഇതുവരെ ഉണർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരെ അറിയിക്കാതെ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഡോർ തുറക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഡോർ തുറക്കാനുള്ള കീ അവിടെയുണ്ട്. മാറ്റ് പതിയെ ചെന്ന് ആ കീ എടുത്ത് ഇത് തുറക്കുന്നത് പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്നും കീ താഴേക്ക് വീഴുന്നു. പക്ഷെ അവൻ ശബ്ദം ഉണ്ടാക്കാതെ അതെടുക്കുമ്പോൾ പുറകില് ബോബി എന്ന് പറഞ്ഞ അയാൾ വന്ന് നിൽക്കും. അപ്പൊ ഇവര് രണ്ടുപേരെയും കണ്ടിട്ട് ഇവര് പറയും, ഓക്കെ ഞങ്ങൾ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ നിന്ന് പോവാണ്, നിങ്ങൾ ചെയ്തതിനെല്ലാം താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും അയാളെ തന്നെ നോക്കുമ്പോൾ അയാൾ മറുപടിയൊന്നും പറയാതെ നിൽക്കുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും ഡോർ തുറന്ന് നേരെ വെളിയിലേക്ക് വരുമ്പോൾ ലൂക്ക്, ഡേവിഡ് ഇവര് രണ്ടുപേരും തോക്കുമായിട്ട് അവിടെ നിൽക്കുകയാണ്. ഇവരെ രണ്ടുപേരെയും പുറത്തേക്ക് പോകാനായിട്ട് അവരെ അനുവദിക്കുന്നില്ല. അപ്പൊ ഇവര് പറയും, അല്ല നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഞങ്ങൾക്ക് പുറത്തു പോകണം വിടാനായിട്ട് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഡേവിഡ് പുറകെ വന്ന് മാറ്റിന്റെ തലയിലേക്ക് ഒരു ഒറ്റയിടി, അതും തോക്കുകൊണ്ട്. മാറ്റിന്റെ ബോധം പോയി താഴെ വീഴുമ്പോൾ ബോബി കൈ കൊണ്ട് റേച്ചലിനെ ഒരു അടിയിരിക്കുന്നതും അവളും താഴെ വന്ന് വീഴാണ്. അവളുടെയും ബോധം പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ റേച്ചൽ കണ്ണു തുറക്കുമ്പോൾ അവളെ ഈ വീടിനകത്തുള്ള ഒരു കട്ടിലിൽ കെട്ടിയിട്ടേക്കാണ്. അടുത്ത് തന്നെ ആഗ്നസ് എന്ന് പറഞ്ഞാൽ ലേഡി ഇരിപ്പുണ്ട്. അപ്പൊ ഇത് കണ്ട റേച്ചൽ പെട്ടെന്ന്, ഹേയ് മാറ്റ് എവിടെ, എന്റെ ഭർത്താവ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ നല്ലൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്, നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതും ഇവിടെ മറ്റൊരിടത്ത് ലൂക്കും ഡേവിഡും ഒരു ശവക്കുഴി ഇങ്ങനെ തോണ്ടുകയാണ്. എന്തിനാണെന്നല്ലേ, മാറ്റിനെ കുഴിച്ചു മൂടാൻ. എന്നിട്ട് ഇവര് രണ്ടുപേരും അവന്റെ ശരീരം വലിച്ചെടുത്ത് അവന്റെ ശരീരത്തിൽ നിന്ന് ഡ്രസ്സെല്ലാം വലിച്ചു വരുന്നുണ്ട്. അണ്ടർവെയർ പോലും അവന് കൊടുക്കുന്നില്ല. അതെല്ലാം വലിച്ചൂരി അവസാനം അതിൽ ലൂക്ക് മാറ്റിനെ കൊല്ലാനായിട്ട് വരുമ്പോൾ ഡേവിഡ് പറയും, ഏയ് അവനെ കൊല്ലേണ്ട ആവശ്യമില്ല, ജീവനോട് തന്നെ കുഴിച്ചു മൂടാന്നും പറഞ്ഞ് ശവപ്പെട്ടിക്കുള്ളിൽ അവന്റെ ശരീരം കിടത്തി ഇവനെ ജീവനോട് തന്നെ ആ മണ്ണിനകത്തിട്ട് മൂടാൻ പോവാണ്. അതിനു മുന്നേ ലൂക്ക് ഒരു സിഗരറ്റും അതേപോലെ തന്നെ ലൈറ്ററും ആ പെട്ടിക്കുള്ളിലേക്ക് ഇടുന്നുണ്ട്. അവ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവന് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് രണ്ടുപേരും ആ ശവപ്പെട്ടി അടച്ച് മാറ്റിനെ ജീവനോട് തന്നെ കുഴിച്ചു മൂടുന്നു. അതേസമയം വീടിനുള്ളിൽ കാണിക്കുമ്പോൾ നമ്മുടെ റേച്ചൽ ഇപ്പോ പ്രസവ വേദനാറിന് കരയാണ്. അവൾക്ക് എന്തായാലും പ്രസവിക്കാറായി. അപ്പോൾ പ്രസവം എടുക്കുന്നത് ആഗ്നസ്. അവസാനം റേച്ചൽ പ്രസവിക്കുന്നതും ഇവര് കുഞ്ഞെടുക്കുന്നുണ്ട്. ബോബി ഒന്ന് ഏത് കുഞ്ഞാന്ന് ചോദിക്കുമ്പോൾ അതൊരിക്കലും ആൺകുഞ്ഞല്ല പെൺകുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ആഗ്നസ് റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. ബോബിയും പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് നമ്മുടെ റേച്ചലിന് എങ്ങനെയെങ്കിലും തന്റെ കയ്യിലെ കെട്ടടിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു വള്ളി പതിയെ പതിയെ ഊരി കയ്യിലെ കെട്ടങ്ങെടുത്ത് അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു കുരിശുണ്ട്, അതും എടുത്ത് അവൾ അനങ്ങാതെ ആ കട്ടിൽ തന്നെ കിടക്കും. അപ്പോഴേക്കാണ് വെളിയിലേക്ക് പോയ ആഗ്നസ് തിരിച്ചു വരുന്നു. എന്നിട്ട് ആ കുഞ്ഞിനെ മുലയിട്ടണല്ലോ, അതിനെ പറ്റിയുള്ള കാര്യങ്ങള് റേച്ചലിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് റേച്ചല് ആ കുരിശു കൊണ്ട് അവരുടെ തലയിലേക്ക് ഒരു ഒറ്റയടി. എന്നിട്ട് അവിടെ നിന്ന് ഓടി വെളിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ബോബിയും അവന്റെ രണ്ട് മക്കളും അകത്തേക്ക് കയറി വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ റേച്ചലിന് വെളിയിലേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ റേച്ചലിനെ വീണ്ടും ആ കട്ടിലേക്ക് തന്നെ പിടിച്ചു കിടത്തിയിട്ട് അവളുടെ രണ്ട് കൈയും അതേപോലെ തന്നെ കാലും കേബിൾ വയർ വെച്ച് നല്ലതുപോലെ തന്നെ കെട്ടിവെക്കും. എന്നിട്ടാണ് ആഗ്നസ് ഒരു സത്യം പറയുന്നത്. ഫെയ്ത്ത് എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ടല്ലോ, അവളുടെ മാതാപിതാക്കളെ കൊന്നത് ഇവർ തന്നെയാണ്. കാരണം സാത്താനിൽ നിന്നും ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അതേപോലെ തന്നെ നിങ്ങൾക്കും സാത്താൻ പിടിപെട്ടിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഈ സൈക്കോ കുടുംബം ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് റേച്ചലിന്റെ വായിലേക്ക് ഒരു തുണി തിരികെ കയറ്റി അവളെ പൊക്കിയെടുത്ത് നേരെ വെളിയിലേക്ക് കൊണ്ടുവരും. എവിടെയാന്ന് വെച്ചാൽ വീടിന് വെളിയിലൊരു ഷെഡുണ്ട്, അതിനകത്തേക്ക് കൊണ്ടുവന്ന് അവളെ ഇടും. എന്നിട്ടൊരു ചങ്ങല വെച്ച് അവളുടെ കൈ കെട്ടിവെക്കുകയാണ്. അവൾക്കിപ്പോൾ അവിടെ നിന്ന് പോകാനായിട്ട് കഴിയത്തില്ല. അതേപോലെ തന്നെ ആഗ്നസ് അവളുടെ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടല്ലോ, അതൊരു കുപ്പിയിലാക്കി എടുക്കുന്നുണ്ട്. കാരണം ആ ഒരു കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി. അതേസമയം ഇവിടെ നമ്മുടെ മാറ്റിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ആ ശവപ്പെട്ടികളിൽ നിന്ന് കണ്ണു തുറക്കുന്നു. എന്നിട്ട് അടുത്തുള്ള ആ ലൈറ്റർ കത്തിച്ച് നോക്കുമ്പോൾ ഏതോ ഒരു പെട്ടിക്കുള്ളിലാണെന്ന് മാത്രം അറിയാം, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ അവൻ ആ ഒരു പെട്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി സൈഡിൽ ഇടിക്കുമ്പോഴത്തേക്കാണ് മണ്ണുള്ളിലേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ തന്നെ അവന് മനസ്സിലായി അവനെ എന്തായാലും ശവപ്പെട്ടിക്കുള്ളിൽ കുഴിച്ചിട്ടേക്കാണെന്ന്. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി അവൻ ആ പെട്ടി നല്ലതുപോലെ ഇടിച്ചിടിച്ചിടിച്ച് അവസാനം അത് പൊളിച്ച് അവൻ ആ ഒരു മണ്ണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരും. അങ്ങനെ അതിൽ നിന്നും അവൻ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവന്റെ ദേഹത്താണെങ്കിൽ ഡ്രസ്സൊന്നുമില്ലല്ലോ. അതുപോലെ അടുത്ത ദിവസമാണ് അവൻ വെളിയിലേക്ക് വരുന്നത്. എന്നിട്ട് ആ സ്ഥലം മുഴുവനായിട്ട് സഹായത്തിനായിട്ട് ആരെങ്കിലും നോക്കുമ്പോൾ അവനിപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അതേപോലെ തന്നെ ആരെയും കാണാനില്ല. അങ്ങനെ അവിടെ നിന്നും കുറേ ദൂരം അവൻ ഓടി നോക്കുന്നുണ്ടെങ്കിൽ ആരെയും കാണുന്നില്ല. അവസാനം
കാടിനകത്തുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടം അവൻ കണ്ടുപിടിക്കും. അവിടേക്ക് ചെന്ന് അവന്റെ ദേഹം മുഴുവൻ വൃത്തിയാക്കി കുറച്ച് വെള്ളമെല്ലാം കുടിക്കുമ്പോൾ അവിടെ പഴയൊരു തുണി ഉണ്ടായിരുന്നു. അതെടുത്ത് അവൻ ഇങ്ങനെ കെട്ടും. കാരണം ഇത് മാത്രമല്ല, എന്നിരുന്നാലും ആ ദേഹം മറയ്ക്കണമല്ലോ, അതിനുവേണ്ടി. അതേസമയം ഇവിടെ റേച്ചലിനെ കാണിക്കുമ്പോൾ അവൾ ആ ഒരു ചങ്ങലയിൽ നിന്നും പിടിവിടാൻ വേണ്ടി ഒരുപാട് വലിച്ചെല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ അവളെ കൊണ്ട് കഴിയുന്നില്ല, കാരണം അത് അത്രയും സ്ട്രോങ് ആണ്. അങ്ങനെ ക്ഷീണിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ കിടക്കുമ്പോൾ അവളുടെ പിറകെ ആര് വന്നതുപോലെ എന്തോ അവൾക്ക് ഫുഡും വെള്ളവും കൊണ്ടുവച്ചിട്ട് റേച്ചൽ ഇവിടുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ഫെയ്ത്ത് ആണ്. ഇവിടെയാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. അവളുടെ പേര് എല്ലി ആദം എന്നാണ്. ആ പേര് മനസ്സിലാക്കുന്നതും റേച്ചൽ അവളോട് ചോദിക്കുന്നുണ്ട്, എല്ലി എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. അതേസമയം ഇവിടെ മാറ്റിനെ കാണിക്കുമ്പോൾ അവൻ ഒരുപാട് ദൂരം ഓടി ഓടി അവസാനം ഈ ഹൈവേ റോഡ് കണ്ടുപിടിച്ചു. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെയായിട്ട് രണ്ടുപേര് ക്യാമ്പെല്ലാം ചെയ്ത് ടെന്റെല്ലാം കെട്ടിയിരിക്കുന്നു. ഇത് കാണുന്ന മാറ്റി അവരുടെ അടുത്ത് ഓടി ചെന്നിട്ട് അവന് നടന്ന എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞ് സഹായം ചോദിക്കാണ്. പക്ഷെ ഈ അവസ്ഥയിൽ മാറ്റിനെ കാണുമ്പോൾ അവർ വിചാരിക്കും ഇവനെന്തോ ഭ്രാന്ത് പിടിച്ച ആളാണ്, ശവക്കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നെന്നെല്ലാം പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് എന്തായാലും ചിരി വരുമല്ലോ. ആ രീതിയിൽ മാറ്റിനെ കളിയാക്കുന്നത് മാറ്റി ദേഷ്യം കാരണം ഓടി വന്ന് അതിലൊരുത്തിന് ഇടിച്ചങ്ങ് താഴേക്കിടും. എന്നിട്ട് അവരോട് ഫൈറ്റ് ചെയ്ത് രണ്ടുപേരെ ഇടിച്ച് താഴേക്കിട്ട് രണ്ടുപേരെ ഇപ്പൊ അടുത്തുള്ള മരത്തിൽ കെട്ടിയിടും. എന്നിട്ടാണ് അവരുടെ വസ്ത്രവും അതേപോലെ തന്നെ ബാഗും കാര്യങ്ങളെല്ലാം എടുത്ത് അവരുടെ അടുത്തേക്ക് ഒരു കത്തി ഇട്ട് കൊടുക്കും. എന്നിട്ട് എനിക്കിതല്ലാതെ വേറെ വഴിയില്ല, അതുകൊണ്ട് മാത്രമാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് ആ ഒരു കത്തിയുണ്ട് എന്നും പറഞ്ഞ് മാറ്റ് അവിടെ നിന്ന് പോകുമ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നുണ്ട്. അല്ലേ, ചിലപ്പോൾ അവൻ പറഞ്ഞത് സത്യമായിരിക്കും, അങ്ങനെയാണെങ്കിൽ അവൻ നമ്മളെ എപ്പോഴേ കൊന്നേനെ എന്നെല്ലാം പറഞ്ഞ് അവർ രണ്ടുപേരും രക്ഷപ്പെടുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വീടിനുള്ളിൽ കാണിക്കുമ്പോൾ ആഗ്നസിന്റെ അടുത്തേക്ക് അവളുടെ 2 മക്കളും വരികയാണ്. അപ്പൊ ഇവിടെ എല്ലിയാണെങ്കിൽ ആ കുഞ്ഞിനെ കണ്ടിട്ട് അവളും പ്രതീക്ഷിച്ചത് ഒരു ആൺകുഞ്ഞിനെയാണ്, പക്ഷെ ഇത് പെൺകുഞ്ഞായിപ്പോയി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ലൂക്കും ഡേവിഡും ആഗ്നസിനോട് ചോദിക്കും, ഞങ്ങൾ റേച്ചലുമായിട്ട് സെക്സ് ചെയ്തിട്ടോ എന്ന്. കാരണം ഒരു ആൺകുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ ആഗ്നസ് ഒരിക്കലും അതിന് സമ്മതിക്കത്തില്ല. കാരണം ഇപ്പോഴാണ് ഈ ഒരു കുഞ്ഞ് ജനിച്ചത്, അതിനു മുന്നേ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരെ വഴക്ക് പറഞ്ഞ് വെളിയിലേക്ക് പറഞ്ഞുവിടാണ്. ഇവരെ രണ്ടുപേരും നേരെ വെളിയിലേക്ക് വന്നിട്ട് ഇവരാണെങ്കിൽ ഒരിക്കലും ഒരു സ്ത്രീയുമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും തീരുമാനിക്കും അവളെ റേപ്പ് ചെയ്യാൻ വേണ്ടി. രണ്ടുപേരും അവളുമായിട്ട് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റൂമിനകത്തേക്ക് കയറി പോവാണ്. എന്നിട്ട് ഇവര് രണ്ടുപേരും അകത്തേക്ക് ചെന്ന് അവളെ പിടിച്ചു വെച്ച്, അവൾ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അവളെ പിടിച്ചു വെച്ച് റേപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. പക്ഷെ പെട്ടെന്നാണ് നമ്മുടെ മാറ്റി അവിടേക്ക് കയറി വന്ന് ഒരു വടി കൊണ്ട് രണ്ടുപേരുടെ തലയിലേക്ക് അടിച്ച്, അതൊരു വടിയായിരുന്നില്ല, സോറി, അതൊരു ഇരുമ്പ് പൈപ്പായിരുന്നു. അത് വെച്ച് അവര് രണ്ടുപേരെ അടിച്ചങ്ങ് കൊല്ലും. ഇപ്പൊ ജീവനോടെയുള്ള മാറ്റിനെ കാണുമ്പോൾ റേച്ചലിന് അത്രയും സന്തോഷമായി. അങ്ങനെ മാറ്റ് അവളുടെ കയ്യിൽ ആ ഒരു വിലങ്ങ് അതെങ്ങനെയെങ്കിലും അഴിച്ച് ഇപ്പോൾ റേച്ചൽ മാറ്റിനോട് പറയും, നമ്മൾക്കൊരു കുട്ടി ജനിച്ചു, ഒരു പെൺകുഞ്ഞാണ് എന്ന് പറയുമ്പോൾ അവൻ അത്രയും സന്തോഷമുണ്ട്. പക്ഷെ ആ കുഞ്ഞിവിടെ ഇല്ല, അവളെ നമുക്ക് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് അവര് മുകളിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ ഇവിടെ ആഗ്നസിന് താഴെ ആ ഒരു പൈപ്പിന്റെ ശബ്ദം കേട്ടിട്ട് ബോബിനെ വിളിച്ച് താഴേക്ക് വന്ന് നിൽക്കുകയാണ്. ആ കാര്യം പറയുമ്പോഴത്തേക്കും എല്ലിയുണ്ടല്ലോ, അവൾ ഒരു ഗ്ലാസ് താഴേക്ക് തള്ളിയിട്ട് അതങ്ങ് പൊട്ടിക്കും. അതുകൊണ്ട് തന്നെ ആ ദേഷ്യത്തിൽ ഇവർ രണ്ടുപേരും അവിടെ നിന്നിട്ട് ആഗ്നസ് ആണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ ശ്രദ്ധ മാറി അവർ അവിടെ തന്നെ നിൽക്കത്തില്ല, ബോബിനെ വെളിയിലേക്ക് പറഞ്ഞുവിടും. ഇവിടെ റേച്ചലും മാറ്റും അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നതും പെട്ടെന്ന് ബോബി തോക്കും കൊണ്ട് അവിടെ വന്ന് നിൽക്കുന്നു. അതുപോലെ അവൻ ഉള്ളിലേക്ക് നോക്കുമ്പോൾ തന്റെ 2 മക്കളെയും ഇവർ കൊന്നതായിട്ടുള്ള കാര്യം കാണുന്നതും അവന് അത്രയും ദേഷ്യം വന്ന് റേച്ചലിനെ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ മാറ്റ് പെട്ടെന്ന് അതങ്ങ് തടയും. അവന്റെ ദേഹത്തേക്ക് ബുള്ളറ്റ് കൊള്ളുന്നുണ്ട്. എന്നിട്ട് ബോബി നേരെ മാറ്റിനടുത്തേക്ക് വന്ന് അവനെ ഷൂട്ട് ചെയ്ത് കൊന്ന് റേച്ചലിന്റെ മുഖത്തേക്ക് ഒരു ഒറ്റയിടി. അവളുടെ ബോധം പിന്നെയും പോയി. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ റേച്ചലിനെ അതേ സ്ഥലത്ത് തന്നെ കെട്ടിയിട്ടേക്കാണ് വലിയ ചങ്ങലകൾ ഉപയോഗിച്ച്. അവൾക്ക് എന്തായാലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയത്തില്ല. അവൾ കണ്ണൂർന്ന് നോക്കുമ്പോൾ അടുത്ത് തന്നെ എല്ലിയുണ്ട്. അവളെയും അതേ ചങ്ങലയിൽ തന്നെ കെട്ടിയിട്ടേക്കാണ്. അവളിപ്പോ ആ ചങ്ങല അടിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേസമയം വീടിനുള്ളിലെ ബോബി അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആഗ്നസ് മരിച്ചുപോയ 2 മക്കളെ മേക്കപ്പ് ചെയ്തു കൊടുക്കുന്നു. അവരിപ്പോ വിചാരിക്കുന്നത് അവരുടെ 2 മക്കളും മരിച്ചില്ല എന്നാണ്. അതുപോലെ നിൽക്കുമ്പോൾ ബോബി അടുത്തേക്ക് വന്ന് ആ സത്യം അവരോട് പറഞ്ഞിട്ട് അവർ രണ്ടുപേരെ അടക്കം ചെയ്യാൻ വേണ്ടി രണ്ടുപേരുടെ ശരീരവും അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഒരിടത്ത് കുഴിച്ചിടും. കാണിക്കുമ്പോൾ അവിടെ 3 കല്ലറകളുണ്ട്. അങ്ങനെ ഒരുപാട് നേരം അവിടെ നിന്ന് അവര് വിഷമിച്ചിട്ട് ഇപ്പൊ ബോബി ആഗ്നസിനെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അവള് പറയും, ഇല്ല ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ പുറകെ വരാന്ന് പറഞ്ഞ് ബോബിയെ ആദ്യം പറഞ്ഞുവിടും. അതേസമയം ഇവിടെ എല്ലിയും റേച്ചലും രണ്ടുപേരും ഒരുപാട് നേരം ശ്രമിച്ച അവസാനം ആ കട്ടയുണ്ടല്ലോ അത് മൊത്തത്തിൽ അങ്ങ് വലിച്ചോരും. അത് കഴിഞ്ഞ് ഇതിനടുത്തുള്ള ഒരു ഷെഡിനകത്തേക്ക് കയറിയിട്ട് ഈ ഒരു വിലങ്ങെല്ലാം കട്ട് ചെയ്യുന്ന കട്ടറുണ്ട്, അത് ഉപയോഗിച്ച് ഇവര് രണ്ടുപേരും പരസ്പരം അവരുടെ ദേഹത്തിട്ടിരിക്കുന്ന ആ ഒരു ചങ്ങലങ്ങ് പൊട്ടിക്കും. അങ്ങനെ കയ്യിലെയും കഴുത്തിലെയും ചങ്ങലയെല്ലാം എടുത്തു കളഞ്ഞ് രണ്ടുപേരും നേരെ വീടിനകത്തേക്ക് കയറി വരികയാണ്. കാരണം ആ ഒരു കുഞ്ഞിനെ അവിടെ നിന്ന് കൊണ്ടുപോകണമല്ലോ. അങ്ങനെ രണ്ടുപേരും റൂമിനകത്ത് ഒരുപാട് നേരം നോക്കിയ അവസാനം ആ കുഞ്ഞിനെ കണ്ടുപിടിച്ചു. ഇത് കാണുമ്പോഴാണ് റേച്ചലിന് ഇത്തിരി സന്തോഷമാവുന്നത്. അങ്ങനെ കുഞ്ഞിനെ കയ്യിലെടുത്ത് അവളിങ്ങനെ നിൽക്കുമ്പോൾ ബോബി തന്റെ കാറിൽ വെളിയിലേക്ക് വരുന്ന കാര്യം അവർ ജനാല വഴി കണ്ടു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ആ കുഞ്ഞിനെ അവിടെ വെച്ചിട്ട്
അടുത്തുള്ള കബോർഡിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കും. ഇപ്പൊ അകത്തേക്ക് വന്ന ബോബി കുഞ്ഞിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുമ്പോൾ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ അവൻ നേരെ താഴേക്ക് വരികയാണ്. താഴേക്ക് വന്നിട്ട് ആ ഷെഡിനകത്തേക്ക് നോക്കുമ്പോൾ അവരെ അവിടെ കാണാനില്ല. അങ്ങനെ ബോബി എന്താ ചെയ്യുന്ന വെച്ചാൽ തോക്കും എടുത്ത് വീണ്ടും അകത്തേക്ക് തന്നെ ഓടി വരും. ഓടി വരുമ്പോഴത്തേക്കാണ് നമ്മുടെ റേച്ചൽ ഇവിടെ കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ചേക്കുന്നു. അപ്പോഴാണ് ബോബി അടുത്തേക്ക് വന്ന് ആ കുഞ്ഞിനെ താഴെ വയ്ക്കാൻ പറയുമ്പോൾ റേച്ചൽ പറയും, ഇല്ല, എത്ര കാലം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് കുപ്പിയിൽ പാൽ കൊടുക്കുന്നേ, ഇപ്പോൾ ഞാൻ നേരിട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവള് വേറെ എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ച് അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു കത്തി ഉപയോഗിച്ച് അവന്റെ വയറിലേക്ക് ഒരു ഒറ്റ കുത്ത്. അങ്ങനെ ബോബി മരിച്ച് താഴെ വീഴുന്നതും ആ ഒരു സമയത്ത് തന്നെ താഴെ ആഗ്നസ് അവിടെ നിന്ന് നടന്നു വന്നിരുന്നു. അതുപോലെ അവൾ ആ ഷെഡിനടുത്തൂടെ നടന്നു വരുമ്പോൾ കീ അതിനകത്ത് തന്നെ ഇരിക്കുന്ന കണ്ടിട്ട് അവൾക്ക് എന്തോ സംശയം തോന്നി. പെട്ടെന്ന് അവൾ തോക്കെടുത്ത് കയ്യിൽ വയ്ക്കും. അതുപോലെ ഷെഡിനകത്ത് നോക്കുമ്പോൾ ഇവരെ രണ്ടുപേരെ കാണുന്നില്ല. അങ്ങനെ അവൾ തോക്കും കൊണ്ട് വെളിയിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഈ കാര്യം ഇവര് കാണുന്നുണ്ട്. പെട്ടെന്നാണ് ആഗ്നസ് എന്ത് ചെയ്തെന്ന് അറിയത്തില്ല ആ ഒരു ട്രാക്ടറും എടുത്ത് അവിടെ നിന്നും വേറെ എവിടേക്കോ പോകുന്നു. ഇത് കണ്ട റേച്ചലും എല്ലിയും പതിയെ ആ വീട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ബോബിയുടെ കയ്യിലുള്ള ആ തോക്കുണ്ടല്ലോ അത് ഇവരുടെ കയ്യിലുണ്ട്. എന്നിട്ട് ഓടി വന്ന് ബോബിയുടെ ആ ഒരു വണ്ടിയിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ കീ എവിടെയും കാണുന്നില്ല. അങ്ങനെ നമ്മുടെ റേച്ചൽ ആ കീ നോക്കിയിട്ട് അതിന്റെ ഗ്ലാസ് വഴി പുറകിലേക്ക് നോക്കുമ്പോൾ കുറെ ദൂരെ നിന്ന് ആഗ്നസ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആഗ്നസ് അങ്ങനെ എഴുന്നേറ്റ് തോക്കും കൊണ്ട് റേച്ചലിന്റെ അടുത്തേക്ക് വരുമ്പോൾ റേച്ചൽ ആ ഒരു തോക്കും പിടിച്ച് അവളുടെ അടുത്തേക്ക് നടന്നു ചെല്ലും. എന്നിട്ട് രണ്ടുപേരും കുറച്ച് ദൂരെയായിട്ട് നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യാണ്. പക്ഷെ രണ്ടുപേരും ഷൂട്ട് ചെയ്യുമ്പോഴും ബുള്ളറ്റ് കറക്റ്റായിട്ട് കൊള്ളുന്നില്ല. അങ്ങനെ ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ട് ഷൂട്ട് ചെയ്ത് അവസാനം ആഗ്നസ് റേച്ചലിന്റെ കാലിലും അതേപോലെ തന്നെ കയ്യിലും ഷൂട്ട് ചെയ്യും. എന്നിട്ട് ഈ കുഞ്ഞിനടുത്തേക്ക് വരുമ്പോൾ റേച്ചൽ അങ്ങനെ വന്ന് ആഗ്നസിനെ പിടിച്ച് താഴേക്ക് ഇട്ട് അവളുടെ തല പിടിച്ചിട്ട് താഴേക്ക് 2-3 തവണ ഇരിക്കുന്നതും ആഗ്നസ് അവിടെ വെച്ച് അനങ്ങാതെ എടുക്കാണ്. അവർ മരിച്ചില്ലെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മുടെ റേച്ചൽ നേരെ ആ കാറിന്റെ അടുത്തേക്ക് ചെന്ന് നമ്മുടെ എല്ലിനെ വിളിച്ചിട്ട് നേരെ ആ കുഞ്ഞിനെ എടുത്ത് താഴേക്ക് പോകും. സോറി, അതിനു മുന്നേ അവൾ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വീട്ടിൽ നിന്നും ബോബിയുടെ കയ്യിൽ ഒരു സെൽഫോൺ ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് അവൾ പോലീസിനെ വിളിക്കും. എന്നിട്ടാണ് ഇവര് രണ്ടുപേരും വീട് വിട്ട് താഴേക്ക് വരുന്നത്. അങ്ങനെ ഇവര് രണ്ടുപേരും ഇപ്പോൾ റോഡ് വഴി താഴേക്ക് വരുമ്പോൾ ദൂരെ നിന്ന് പോലീസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ആംബുലൻസും. അപ്പൊ ഇവർ ഓടി വന്നിട്ട് റേച്ചലിനോട് നിങ്ങൾക്ക് എന്താ സംഭവിച്ചെന്നെല്ലാം ചോദിക്കുമ്പോൾ അവൾ അങ്ങനെ തന്നെ അനങ്ങാതെ കിടക്കുകയാണ്. പെട്ടെന്നാണ് ആഗ്നസ് ഉണ്ടല്ലോ അവര് മരിച്ചിട്ടില്ലായിരുന്നു, അവരാ തോക്ക് കൊടുത്ത് ഇവരുടെ അടുത്തേക്ക് വരുന്നതും റേച്ചലിനെ ഷൂട്ട് ചെയ്യാന്നുള്ളൊരു അവസ്ഥയാകുമ്പോൾ അതിനു മുന്നേ തന്നെ പോലീസുകാര് ഈ കാര്യം കണ്ട് ആഗ്നസിനെ അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അങ്ങനെ അവർ ഇപ്പോഴാണ് പൂർണ്ണമായിട്ടും മരിച്ചത്. അപ്പോഴേക്കാണ് നമ്മുടെ റേച്ചല് എന്റെ കൂടെ എല്ലി യാദവ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്, ഇവളുടെ പേരാണ് എല്ലി എന്ന് പറഞ്ഞിട്ട് എല്ലിയെ പറ്റി പറയുമ്പോൾ അവിടെ വെച്ചാണ് നമ്മുടെ റേച്ചലിന് ഒരു കാര്യം മനസ്സിലാവുന്നത്. സത്യത്തില് എല്ലി ഒരിക്കലും ജീവനുള്ള ഒരാളല്ല, അവൾ ഇതിനു മുന്നേ തന്നെ മരിച്ചുപോയി. അപ്പൊ ഇത്രയും നേരം അവളുടെ കൂടെ ഉണ്ടായിരുന്നത് എല്ലിയുടെ ആത്മാവായിരുന്നു. കാരണം എല്ലിയെയും ഈ ഒരു കുടുംബം ഇതുപോലെ തന്നെ കൊന്നതാണ്. അതുകൊണ്ടാണ് റേച്ചലിനെ രക്ഷിക്കാൻ വേണ്ടി അവളുടെ ആത്മാവ് അവളോടൊപ്പം ഈ വീടിനുള്ളിൽ ഉണ്ടായിരുന്നത്. ആ ഗ്ലാസ് തള്ളി താഴെ ഇടുന്നതും ആ ഒരു ആത്മാവിന്റെ സാന്നിധ്യമായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു കട്ട വലിച്ചിളക്കുമ്പോഴും കട്ടർ വെച്ചിട്ട് ആ ഒരു ചങ്ങല പൊട്ടിക്കുമ്പോഴെല്ലാം റേച്ചൽ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു കാര്യവും ഇപ്പോഴാണ് റേച്ചലിന് മനസ്സിലാവുന്നത്. അങ്ങനെ എന്തായാലും എല്ലാം കഴിഞ്ഞു. റേച്ചലിനെ കുഞ്ഞിനെ അവരെന്തായാലും രക്ഷപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോകുന്നതും ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മൂവി? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.